ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുമി. അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളുടെ സ്വന്തം ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ യൂണിറ്റ് 4 ആയിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടാവും. മാർക്കറ്റ് റെഗുലേഷൻസ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന അഥവാ കമ്പോള പരിഷ്കരണം, അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസുകളും മാർക്കറ്റ് റിഫോംസുകളുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേ ചാർട്ടിലെ ഒരു പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, സ്റ്റെപ്സ് ടേക്കൺ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രൈസ് കൺട്രോൾ പോളിസി. അദ്ദേഹത്തിൻ്റെ ഈ കമ്പോള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് ടേക്കൺ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രൈസ് കൺട്രോൾ പോളിസി. പ്രൈസ് കൺട്രോൾ പോളിസിക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. The price control policy of Alauddin and its effectiveness was a cause of wonder to contemporaries. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് പരിഷ്കരണം അല്ലെങ്കിൽ കമ്പോള പരിഷ്കരണം അല്ലെങ്കിൽ വില നിയന്ത്രണം മറ്റുള്ള കണ്ടംപററീസ് ആയിട്ടുള്ള സമകാലികരായിട്ട് നോക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഒരു അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ദിസ് പോളിസി കംപ്രൈസ് ഡിഫറെൻറ്റ് സ്റ്റെപ്പ് വിച്ച് ആർ ആസ് ഫോളോ. ഈ ഒരു പോളിസിക്ക് കുറച്ചധികം സ്റ്റെപ്പുകൾ അഥവാ പെട്ടെന്നൊന്നും നടപ്പിലാക്കിയിട്ടുള്ള ഒന്നല്ല. ഇതിന് കാലക്രമേണ അവർ ചെറിയ ചെറിയ സ്റ്റെപ്സുകളിലൂടെയാണ് അഥവാ ഓരോ കാര്യങ്ങളും കൃത്യതയോടെയാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അവരുടെ സ്റ്റെപ്പാണ് ഫിക്സേഷൻ ഓഫ് കമ്മോഡിറ്റി പ്രൈസ്. ഫിക്സേഷൻ ഓഫ് പ്രൈസ്, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഫിക്സേഷൻ ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് അഥവാ ഓരോ വസ്തുക്കളുടെയും വില നിശ്ചയിക്കുക എന്നതാണ് അവർ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. ഓക്കെ, ഫസ്റ്റ് വൺ, അലാവുദ്ദീൻ ഫിക്സ്ഡ് പ്രൈസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഗുഡ്സ് ഫോർ ഹിസ് ഹോൾ ലൈഫ്. അദ്ദേഹം സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നതാണ് ആദ്യമായിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ വസ്തുക്കളുടെയും വില എന്ത് ചെയ്യുകയാണ്, നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫിക്സ്ഡ് പ്രൈസ് ഫോർ ഓൾമോസ്റ്റ് ഓൾ ഗുഡ്സ്. മിക്ക എല്ലാ വസ്തുക്കളുടെയും സാധനങ്ങളുടെ വില നിശ്ചയിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ഫോർ ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ കോസ്റ്റ്, നോട്ട് ഓൺ സപ്ലൈ, ഡിമാൻഡ് ഓർ വെദർ. പ്രൈസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉൽപാദനത്തിൻ്റെ അല്ലെ പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നിൻ്റെയും വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, സപ്ലൈയുടെയോ അല്ലെങ്കിൽ എത്രമാത്രം വിറ്റയിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെയുണ്ട് എന്നതിനെ അനുസരിച്ചല്ല, പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അപ്പോൾ 2 പോയിന്റാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, അലാവുദ്ദീൻ ഖിൽജി എല്ലാ ഗുഡ്സുകൾക്കും എല്ലാ സാധനങ്ങൾക്കും വില നിശ്ചയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളുടെയും വില സപ്ലൈയുടെയോ ഡിമാൻഡിൻ്റെയോ ചോദനത്തിൻ്റെയും അതുപോലെ തന്നെ സേവനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രൊഡക്ഷൻ്റെ അഥവാ ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഹി വാണ്ടഡ് ടു സ്റ്റോപ്പ് ട്രേഡേഴ്സ് ഫ്രം റൈസിംഗ് പ്രൈസ് ടു ഏൺ മോർ പ്രോഫിറ്റ്. അദ്ദേഹം ലാഭം അധികമായിട്ട് പ്രതീക്ഷിച്ച് ഓരോ വസ്തുക്കളുടെയും വില കൂട്ടി വാങ്ങുന്ന ട്രേഡേഴ്സിനെ അഥവാ വ്യാപാരികളെ അദ്ദേഹം എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അഥവാ വില കൂട്ടി വാങ്ങുന്ന ട്രേഡേഴ്സിനെ അദ്ദേഹം വിലക്കി. അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പാണ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഒരു വസ്തു വാങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ഷോപ്പുകളിലും പല മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും അതിനുണ്ടായിരിക്കാം. അതിൽ നിന്ന് ഒഴിവാക്കി അമിത ലാഭം ഈടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഈ വസ്തുവിൻ്റെ വില കൂട്ടിയിട്ടുള്ള ട്രേഡേഴ്സിനെ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുകയാണ്, സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. എന്തിനു വേണ്ടിയിട്ടാ? റൈസിംഗ് പ്രൈസ് ടു ഏൺ മോർ പ്രോഫിറ്റ്. അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിലയിൽ കൂടുതൽ വരുത്തുന്നതിൽ നിന്നും ട്രേഡേഴ്സിനെ അലാവുദ്ദീൻ ഖിൽജി വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കാം.
ഗുഡ്സ് വിത്ത് ഫിക്സ്ഡ് പ്രൈസ്. ചില വസ്തുക്കൾക്ക് അത് അലാവുദ്ദീൻ ഖിൽജിയുടെ ഈ ഒരു മാർക്കറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രൈസിനും എല്ലാ പ്രൊഡക്റ്റിനും ഒരേ പ്രൈസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കാം. ഏതൊക്കെയാണ്? വീറ്റ്, ബാർലി, റൈസ്, പേഴ്സ്, ക്ലോത്ത്, ഷുഗർ, ഫ്രൂട്ട്, ഓയിൽ, സ്ലേവ്സ്, ഹോഴ്സ്, കാറ്റിൽസ്. ഇത്രയും വസ്തുക്കൾക്കാണ് അദ്ദേഹം വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? വീറ്റിന് അല്ലെ, ഗോതമ്പുകൾക്ക്, ബാർലിക്ക്, റൈസിന്, അതുപോലെ തന്നെ ഹോഴ്സസ് കുതിരകൾക്ക്, കാറ്റിൽസുകൾക്ക്, സ്ലേവ്സിന് പോലും എന്താണ് ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ആണ് ആരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രൈസ് കൺട്രോൾ പോളിസി അഥവാ കമ്പോള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഫിക്സേഷൻ ഓഫ് കമ്മ്യൂണിറ്റി പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള. ആദ്യമായിട്ട് എല്ലാ വസ്തുക്കളുടെയും വില നിശ്ചയിച്ചു. ഒന്നാമത്തതാണ് കേട്ടോ. ആദ്യമായിട്ട് എല്ലാ വസ്തുക്കളുടെയും വില നിശ്ചയിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ചെയ്തിട്ടുള്ളത് ഓരോ വസ്തുക്കളുടെയും വില സപ്ലൈയുടെയോ ഡിമാൻഡിന്റെയോ അടിസ്ഥാനത്തിലാണ്, പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അമിത ലാഭം പ്രതീക്ഷിച്ച് വില കൂട്ടുന്ന ട്രേഡേഴ്സിനെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിശ്ചിത വില നിശ്ചയിച്ച വസ്തുക്കൾ എന്ന് പറയുന്നത് വീറ്റ്, ബാർലി, റൈസ്, ക്ലോത്ത്, ഷുഗർ, ഫ്രൂട്ട്, ഓയിൽ തുടങ്ങിയ വസ്തുക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഫിക്സേഷൻ ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്, വസ്തുക്കളുടെ വില ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ഗ്രെയിൻസ്. ഫുഡ് ഗ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഥവാ ധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിഷ്കരണങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. സുൽത്താൻ ഗേവ് മോസ്റ്റ് അറ്റൻഷൻ ടു ഫുഡ് ഗ്രെയിൻസ്. അടുത്തൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്, ഭക്ഷ്യധാന്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സുൽത്താൻ ഗേവ് മോസ്റ്റ് അറ്റൻഷൻ ടു ഫുഡ് ഗ്രെയിൻസ് എന്നുള്ളത് മനസ്സിലാക്കാം. ഫുഡ് ഗ്രെയിൻസ് were stored in royal granaries before selling to dealers. ഇത്തരത്തിലുള്ള ഫുഡ് ഗ്രാൻസ് എല്ലാം എവിടെയാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? റോയൽ ഗ്രാനറീസിലായിരുന്നു. ഇവ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അഥവാ രാജകീയ ധാന്യപ്പുരകളിലാണ് ഇത്തരത്തിലുള്ള ഫുഡ് ഗ്രെയിൻസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ ഓരോ ഡീലേഴ്സിനെയും സെല്ല് ചെയ്യുന്നതിന് മുമ്പ്, ഫുഡ് ഗ്രെയിൻസ് സെല്ല് ചെയ്യുന്നതിന് മുമ്പ് അത് റോയൽ ഗ്രാനറീസിലാണ്, രാജകീയ ധാന്യപ്പുരയിലാണ് അത് എന്ത് ചെയ്തിട്ടുണ്ടാവുക? സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, നോ മെർച്ചന്റ് ഓർ ഫാർമർ കുഡ് സെൽ ഫുഡ് അറ്റ് ഹയർ പ്രൈസ്. അത് ഇനിയിപ്പോൾ ഒരു മെർച്ചന്റിനായിക്കോട്ടെ, കച്ചവടക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാർമറിനായിക്കോട്ടെ, എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഏതൊരു ഭക്ഷ്യവസ്തുവും ഹൈ പ്രൈസിൽ വിൽക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഫാർമർ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു അത് അദ്ദേഹത്തിന് വിചാരിക്കുന്ന വിലക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനിപ്പോൾ ഒരു മെർച്ചന്റ് ആയിക്കോട്ടെ, ഒരു ഫാർമർ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? എല്ലാം ഹൈ പ്രൈസിൽ ഒരു ഫുഡ് ഗ്രെയിൻസും സെല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എന്താണ്? അലാവുദ്ദീൻ ഖിൽജി എല്ലാ പ്രൊഡക്റ്റിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫിക്സ്ഡ് എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനിയാണ് ബറാനി സേസ് എവറി മൊഹല്ലാസ് ഹാഡ് 2-3 റോയൽ സ്റ്റോർ ഫുൾ ഓഫ് ഗ്രെയിൻസ്. അതുപോലെ തന്നെ ബറാനി പറയുന്നത് ഓരോ മൊഹല്ലേസും എടുത്തു കഴിഞ്ഞാൽ അവിടെ 2-3 അതിലധികമോ ഉള്ള റോയൽ ഗ്രാനറീസ് നമുക്ക് കാണാൻ പറ്റും, അഥവാ റോയൽ സ്റ്റോർസ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഗ്രാനറീസ് ലീറീസ്ഡ് ഗ്രെയിൻ ഡ്യൂറിങ് എമർജൻസി ഓർ സ്കാർസിറ്റി. ഇത്തരത്തിലുള്ള നമ്മൾ പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ ബറാനിയുടെ അഭിപ്രായത്തിൽ ഓരോ പ്രദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 2-3 സ്റ്റോറേജ് ഉണ്ടായിരിക്കും ഗ്രാനറീസിൻ്റെ എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ അത് പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് അസസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നുണ്ടാവുക? ഗ്രെയിൻ ഡ്യൂറിങ് എമർജൻസി ഓർ സ്കാർസിറ്റി. അത്രയും അത്യാവശ്യം വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത്തരത്തിലുള്ള ഗ്രാനറീസിൽ നിന്നും ഫുഡ് ഗ്രെയിൻസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ, പ്രൈസ് കൺട്രോൾ പോളിസിയുടെ ഭാഗമായിട്ട് അലാവുദ്ദീൻ ഖിൽജി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ആദ്യത്തേതാണ് ഫിക്സേഷൻ ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്തു.
രണ്ടാമതായിട്ട് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജി പ്രത്യേകിച്ച് ഫുഡ് ഗ്രെയിൻസുകൾക്ക് പ്രത്യേകത ഒരു അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഫുഡ് ഗ്രെയിൻസുകളെല്ലാം തന്നെ റോയൽ ഗ്രാനറീസിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ബറാണിയുടെ അഭിപ്രായത്തിൽ 2 or 3 അധികം റോയൽ സ്റ്റോഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രാനറീസിൽ നിന്നും എപ്പോഴാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നുള്ളത്, അതൊരു എമർജൻസി വരുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കാം.